നിങ്ങൾ ആരും ട്രൈ ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഹെൽത്തി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് നമുക്ക് മെയിനായിട്ടും ക്യാബേജ് ആണ് വേണ്ടത്. ചെറിയൊരു ക്യാബേജിന്റെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്യാബേജിന്റെ കൂടെ തന്നെ ഒരു ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ക്യാരറ്റ് സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് കട്ട് ചെയ്യരുത് കേട്ടോ, ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതും പിന്നെ ഒരു തക്കാളിയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് കറിവേപ്പില മല്ലിയില ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് ഞാൻ ചേർക്കുന്നത് 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും മാത്രമാണ് കേട്ടോ. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. 1/2 കപ്പ് അരിപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 മുട്ടയും കൂടി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച് കൊടുക്കാം. അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ഓട്സിൻ്റെ പൗഡറില്ലേ, ഹെൽത്തെല്ലാം നോക്കുന്നവരാണെങ്കിൽ ഓട്സിൻ്റെ പൗഡറോ അല്ലെങ്കിൽ കോൺഫ്ലവറോ അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 3 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം. കൈവച്ചിട്ട് തന്നെ നല്ലോണം ഇതേപോലെ കുഴച്ചെടുക്കാം കേട്ടോ, എന്നാലാണ് ഈ മസാല മൊത്തം നന്നായിട്ട് മിക്സ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു കേക്ക് ടിന്നാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് പാത്രമായാലും എടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡിലും ഇതിൻ്റെ നടുക്കലായിട്ട് കുറച്ച് ഗീയോ അല്ലെങ്കിൽ ഒരു ബട്ടറോ മറ്റോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ആക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതേപോലെ നല്ലോണം ഒന്ന് ലെവലാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് നല്ലോണം ഷേപ്പാക്കിയതിന് ശേഷം നമുക്കിനി ഇത് ആവി പാത്രത്തിൽ വേവിച്ചെടുക്കാം. ഇഡ്ലിച്ചെമ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്കിത് വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കേണ്ടത്. വെള്ളം ചൂടായതിന് ശേഷമാണെങ്കിൽ 15 മിനിറ്റ്, വെള്ളം ചൂടായിട്ടില്ലെങ്കിൽ ഒരു 20 മിനിറ്റ്. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നല്ലോണം വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിൻ്റെ ചൂടെല്ലാം പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ചൂടെല്ലാം നല്ലോണം പോയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതങ്ങനെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ, നമുക്കിതുപോലെ ഇങ്ങനെ വേഗത്തിൽ ഇളക്കിയെടുക്കാനെല്ലാം പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഒരുപാട് വെജിറ്റബിൾസ് ചേർത്തിട്ടുണ്ട്, മുട്ട ചേർത്തിട്ടുണ്ട്, അതേപോലെ ഓയിൽ ഫ്രീ ആണ്, നല്ല ഹെൽത്തിയാണ്, എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റെല്ലാം ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.